എല്ലാവർക്കും M&Fന്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോ ഉടുപ്പിയിലാണ് എത്തിയിരിക്കുന്നത്. ഉടുപ്പിയിൽ ഇന്നലെ വൈകിട്ടെത്തി. ആദ്യമേ ഹാപ്പി ഓണം. ഹാപ്പി ഓണം. അപ്പോൾ ഇന്ന് ബീച്ച് ഒരു 3-4 ബീച്ച് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയാണ് ഇന്ന് ഉടുപ്പി നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ വന്നേക്കുന്നത് മാട്ടൂർ ബീച്ചിലാണ്. മാട്ടൂർ ബീച്ചിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ് ഈ കാണുന്നത്. അപ്പോൾ ചെറിയ പൊടിമഴയൊക്കെ ഉണ്ട്, വെയിലില്ല. അത് തന്നെ വളരെ ഒരു നല്ല കാര്യം. ചെറിയ പൊടിമഴയേ ഉള്ളൂ. എന്നാൽ പോലും നമുക്ക് ഉടുപ്പി എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഇന്നൊരു ദിവസം. മൊത്തം നമ്മൾ ഇവിടെ ഉണ്ടാവും. അതെ അതെ, വൈകിട്ട് വരെ ഉണ്ടാവും. നാളെ രാവിലെ ഇവിടെ തിരിക്കുള്ളൂ. ഇന്നലെ രാത്രി ഞങ്ങൾ ഇവിടെ എത്തിയത്. രാത്രി അധികം ഒന്നും ഒരു സ്ഥലത്ത് പോകാൻ പറ്റിയില്ല. ദെൻ രാവിലെ തന്നെ ഇറങ്ങി. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, അപ്പം തന്നെ ഇറങ്ങി. ഇനി മാക്സിമം കവർ ചെയ്യാൻ പറ്റുന്നത് ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് കവർ ചെയ്യും അല്ലേ? അങ്ങനെയല്ലേ? വൈകുന്നേരം വരെ കവർ ചെയ്യും, ഇന്ന് രാത്രി വരെ. അവസാനം ലൈറ്റ് ഹൗസും കൂടി കണ്ട് തീർക്കാനുള്ള പരിപാടിയാണ്. ഒരു 5-6 ബീച്ച് ഉണ്ട് ഇവിടെ തന്നെ, 4-5 ബീച്ച് ഉണ്ട്. ബീച്ചാണ് ഇവിടുത്തെ ഹൈലൈറ്റ് സാധനം. ബീച്ച് ബീച്ച് മാത്രമല്ല, പിന്നെ അമ്പലങ്ങളുണ്ട്. ഒരുപാട് അമ്പലങ്ങളുണ്ട്, കൃഷ്ണന്റെ അമ്പലങ്ങൾ, അങ്ങനെ പല അമ്പലങ്ങളുണ്ട്. പറ്റുന്നതൊക്കെ മാക്സിമം കവർ ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ എല്ലാവരും കാണണം ഞങ്ങളുടെ വീഡിയോ. അമ്മു വീഡിയോ പോർട്രേറ്റ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ ഇടാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മൂൻ്റെ ഡ്രസ്സ് എങ്ങനെ ഉണ്ടെന്ന് നോക്കി. അമ്മു തിരിഞ്ഞടി, അമ്മ ഉണ്ടെങ്കിൽ നോക്കട്ടെ. ഓണം വൈബാണ്, ഓണം മൂഡ്. ഇത് ഫെമിയമ്മയുടെ ഓണം മൂഡ്. നോക്കട്ടെ, എൻ്റെ ഓണം മൂഡ്. ഷർട്ടിനകത്തുള്ള കരയുള്ള മുണ്ട് ഓണത്തിന് മാത്രം എടുക്കാൻ പറ്റുള്ളൂ തോന്നുന്നത്. കൊള്ളാമോ ബീച്ച്? ഈ അറ്റത്തൊക്കെ നമുക്ക് ഇറങ്ങാൻ പറ്റും. ചെറിയ ചെറിയ ദ്വീപുകളൊക്കെ പോലത്തെ പാറക്കൂട്ടം അവിടെ നടുക്ക് സെൻറ്ററിൽ അവിടെ ഫിഷിങ് ചെയ്യുന്നുണ്ട് ആളുകൾ. ഫിഷിംഗ് ബോട്ട്. അവിടെ ഒരു ഐലൻഡ് പോലെ, കോറൽ ഐലൻഡ്. ഇവിടെയും ഫിഷിങ് ചെയ്യുന്നുണ്ട്. എവിടെ 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 അതെ, ഇവിടെയും ഫിഷിങ് ചെയ്യുന്നുണ്ട്. ഈ അറ്റത്തൊരു ഐലൻഡ്, ഒരു കോറൽ ഐലൻഡ് ഉണ്ട്. കൊള്ളാം. ഇതാണ് നമ്മൾ ആദ്യം എക്സ്പ്ലോർ ചെയ്ത ബീച്ച് കേട്ടോ. അവിടെ ചൂണ്ടിടുന്നുണ്ട് ചില ആൾക്കാർ. ഓണത്തിൻ്റെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക. എന്താ അമ്മുവാണ് പോർട്രേറ്റിൻ്റെ വീഡിയോഗ്രാഫർ. എങ്ങനെയുണ്ട് ഈ ബീച്ച്? നല്ലതാണ്, നല്ല കാമാൻ കൊയറ്റി. ഈ സമയത്ത് വന്നോണ്ടാണെന്ന് അറിയില്ല കേട്ടോ. നമുക്ക് അതിരാവിലെ ആയതുകൊണ്ട് ആൾക്കാരൊന്നും എത്തിയിട്ടില്ല. അതെ, പക്ഷെ നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ ആംബിയൻസ് ഉള്ള സ്ഥലമാണ്. പറ്റിയ ചെറിയ ചെറിയ ഏരിയാസ് ഒക്കെ ഉണ്ട്. ഈ പച്ചപ്പിന്റെയും അതുപോലെ ബീച്ചിന്റെയും രാവിലെ ഫോട്ടോ എടുത്താലും കൊള്ളാം. എന്ത് മരമാണെന്നൊന്നും അറിയില്ല, പക്ഷെ നല്ല രസം. ഒരു കണ്ടല് പോലത്തെ ഒരു മരമാണെന്ന് തോന്നുന്നു. എന്തായാലും കൊള്ളാം, നല്ല ആംബിയൻസ് ആണ്. ബാക്ക് സൈഡും അതേപോലെ തന്നെ ഫോട്ടോ എടുക്കാൻ പറ്റിയ അടിപൊളി സ്ഥലം. കൊള്ളാം ഈ ബീച്ച്. ഇനി നമുക്ക് അടുത്ത ബീച്ചിലേക്ക് ബാക്ക്ഗ്രൗണ്ട് ഒന്ന് കാണിച്ചു കൊടുക്കുക. ബാക്ക്ഗ്രൗണ്ട് കാണിച്ച് നമുക്ക് കോറൽ ഐലൻഡ് പോലെ കുറെ പാറക്കൂട്ടങ്ങൾ, അതേപോലെ തന്നെ ഫിഷിങ്, ഇതെല്ലാം എടുത്തിട്ടുണ്ട്. നമുക്കിനി അടുത്ത ബീച്ചിലോട്ട് പോയാലോ? ഇവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അടുത്ത ബീച്ചിലോട്ട് പോവാം. അമ്മുവിൻ്റെ ഒരു ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് വേണം പോകാനായിട്ട്.
ഞങ്ങളിപ്പോൾ ഡെൽറ്റ പോയിന്റ് ബീച്ച് എന്ന് പറഞ്ഞ ഇവിടെ എത്തിക്കണത്. ഡെൽറ്റ പോയിന്റ് ബീച്ച് ഇത് ഒരു റോഡ് ഇന്ത്യയിലാണ്. ഈ ബീച്ചിൽ ഒരു സൈഡ് ഇന്ത്യയിലാണ്, ചുറ്റിനും കടലാണ് ബാക്കി. അപ്പോൾ അതൊന്ന് കാണാമെന്ന് വിചാരിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. കടലിലെ കംപ്ലീറ്റ് വേസ്റ്റ് അടിഞ്ഞുകൂടിയൊക്കെയാണ് ഈ സൈഡ് കാണുന്നത് മൊത്തം. നല്ല അടിപൊളി ബീച്ചാണ് കേട്ടോ. ഇതൊന്ന് വൃത്തിയാക്കി എടുത്തതിന് സൂപ്പറാവും. നമ്മളൊരു അറ്റത്തേക്കണത്. യെസ്, അപ്പോൾ ഞങ്ങൾ മാൽപ്പേ ബീച്ചിലെത്തിക്കണം. മാൽപ്പേ ബീച്ച് ഇവിടെ വന്നപ്പോൾ തന്നെ നല്ല വെയിലായിരുന്നു. ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടി ലഞ്ച് കഴിച്ചപ്പോൾ തന്നെ നല്ലൊരു മഴ പെയ്തപ്പോൾ എല്ലാം കാമായി, വെയിലൊക്കെ മാറി. ഇപ്പോൾ ബീച്ചിലേക്ക് ഇറക്കിയാണ് മാൽപ്പേ ബീച്ച്. ഓണത്തിൻ്റെ ഡ്രസ്സൊക്കെ മാറി. ഇവിടെ ഫെമിനെ കാണാനില്ല. ഓണത്തിൻ്റെ ഡ്രസ്സൊക്കെ മാറി എല്ലാവരും ബ്ലാക്കൊക്കെ ഇട്ട് ഇറങ്ങിയൊക്കെയുണ്ട. അമ്മൂനെ കാണാമല്ലോ. ഇവിടെ കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായതാണ്. പക്ഷേ ഈ കടൽ ഇത്തിരി പ്രശ്നമുള്ളതുകൊണ്ട് ഈ ഗവൺമെൻറ് നിർമ്മിച്ച റൂളാണ് ഈ ലാസ്റ്റ് 3 മാസം, അടുത്ത മാസമാണ് ഇവിടുത്തെ സീ ആക്ടിവിറ്റീസൊക്കെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ അതൊരു നഷ്ടമായി പോയി. ഒക്ടോബറിൽ സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് അറിയില്ലായിരുന്നത്. അത് ഗവൺമെൻറ് റൂളാണെന്നാണ് പറയുന്നത്. 3 മാസത്തേക്ക് ഇവർ ഇതെല്ലാം അടച്ചിടും. കടൽ പ്രശ്നമാകുമ്പോൾ അവിടെ ഒരു ഐലൻഡ് ഉണ്ട്, സെൻറ്റ് മേരീസ് ഐലൻഡ്. അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചാണ് നമ്മൾ എത്തിയത്. പക്ഷേ അതിനടുത്ത മാസം ഓപ്പൺ ആവുള്ളൂ. ഇതൊരു റിസോർട്ടാണ്, പാരഡൈസ് ബീച്ച് റിസോർട്ട് മാൽപ്പേ. ഇത് സീ വാക്കിംഗ് ചെയ്യാനുള്ള സ്ഥലത്തേക്കുള്ള എൻട്രി ആണ്. ഇവിടെ നമുക്ക് ഫീസൊന്നും ഇല്ലയെന്ന് പറഞ്ഞത്. ശരി, കുറേ ചേട്ടന്മാർ ബോട്ടുകളിൽ കൊണ്ടുപോയി. ഇതാരുടെ അമ്മു? മത്സ്യകന്യകനാ? എന്താ പൊന്നെ, രസങ്ങളുള്ളി. അമ്മു വിചാരിച്ചേ സീ വാക്കിംഗ് എന്ന് പറഞ്ഞപ്പോൾ കടലിൽ കൂടി നടക്കണം, ജീൻസ് പൊക്കി വെക്കണം, എന്തൊക്കെയായിരുന്നു. ഇപ്പം സീ വാക്കിങ് ഇപ്പം ഇല്ല. സീ വാക്കിങ് നോക്കിയപ്പോൾ എന്തായി, ഇപ്പം സീ വാക്കിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് കടലടിയിലും. അല്ല അമ്മു? ഒരാൾ പുറയിലുണ്ട് പയ്യൻ. എങ്ങനാ എപ്പുറം കിട്ടണമെന്ന് പറഞ്ഞ നീ? അപ്പുറം ദ്വീപ് കിട്ടണമെന്നാ?
ആ ബാക്കി ഫുള്ളായിട്ട് ഇടണമെന്ന് 4 ക്യാമറ കൊണ്ട് നോക്കേണ്ടി വരും. ഇപ്പം നമ്മളേ കാപ്പു ബീച്ച് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ലൈറ്റ് ഹൗസ് ഉള്ളത്. കാപ്പു ബീച്ച് ലൈറ്റ് ഹൗസിലേക്ക് അടയ്ക്കാണ്. ഇത് സെക്കൻഡ് ലാസ്റ്റ് ബീച്ചാണ് ഇന്നത്തെ. ഇനി ഒരെണ്ണം കൂടി ഉണ്ട്. ഇപ്പോൾ ലൈറ്റ് ഹൗസ് ഇവിടെ 5:15 സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ ഒരുപാട് ഫുഡ് ഏരിയ ഉണ്ട്. ഫുഡ് പല സ്ഥല സീ ഫുഡ്, അതേപോലെ പൊട്ടറ്റോ, എല്ലാ തരത്തിലുള്ള ഫുഡ് ഐറ്റംസുകൾ കൂടി ഉണ്ട്. അടിപൊളി ആംബിയൻസ് ഉണ്ട്. ഒരു ചെറിയൊരു അരുവി. രണ്ടുപേരും അവിടെ ഫോട്ടോഷൂട്ടിന് പോയിരിക്കുന്നു. ലൈറ്റ് ഹൗസിലൊരു പണിയിട്ടിരിക്കുകയാണ്. ലൈറ്റ് ഹൗസും സെപ്റ്റംബർ 15 വരെ ക്ലോസ്ഡാണ്. അപ്പോൾ ഇവിടം വരെ മുകളിലേക്ക് വന്നു. മുകളിലത്തെ ഇവിടെ നിന്നുള്ള വ്യൂസൊക്കെ ഷൂട്ട് ചെയ്തു. പക്ഷേ ലൈറ്റ് ഹൗസ് അങ്ങനെ മുകളിൽ കയറാൻ പറ്റിയില്ല. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ധനുഷ്കോടിയും ഇതുപോലെ നമുക്ക് കയറാൻ പറ്റിയില്ല. പക്ഷേ ധനുഷ്കോടിയിൽ പിന്നെ ടൈം നമ്മുടെ കഴിഞ്ഞു പോയായിരുന്നു. അതാണ് പറ്റിപ്പോയത്. ഇവിടെ അങ്ങനെ ലൈറ്റ് ഹൗസ് ഇവിടെയും നമുക്ക് നഷ്ടപ്പെട്ടു. ഇനി ഒരിക്കലും വരികയാണെങ്കിൽ ഇവിടെ കയറാം. എന്തായാലും 3 മാസം, ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായത് 3 മാസം നമുക്കിത് അടച്ചിടുകയാണ്. അത് ഗവൺമെൻറ് റൂളാണത്. ഒക്ടോബർ 15-ാം തീയതി തുറക്കുള്ളൂ. അങ്ങനെ ഞങ്ങൾ അവസാനത്തെ ബീച്ചിലെത്തിയിരിക്കുകയാണ്, പടുബിദ്രി ബീച്ച്. അപ്പോൾ ഇവിടെ സൺസെറ്റും കൂടി കണ്ട് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണത്. ലാസ്റ്റ് ബീച്ചാണ്. ഇന്നത്തോടെ നമ്മുടെ ഉടുപ്പിയിലെ എല്ലാ പരിപാടിയും നമ്മൾ തീർക്കുകയാണ്. അതെ, ഇനി നാളെ രാവിലെ ഇവിടെ നിന്ന് നേരെ എറണാകുളം രാവിലെ വിടാമെന്ന് വിചാരിച്ചിരിക്കുന്നു. അങ്ങനെ ഉടുപ്പി പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, കുറേ ബീച്ചുകളാണുള്ളത്. നമുക്ക്
പിന്നെ നമ്മുടെ വന്ന സമയം കറക്റ്റ് അല്ലായിരുന്നു. അപ്പോൾ കുറേ സ്ഥലങ്ങളൊക്കെ ക്ലോസ്ഡായി. ഒക്ടോബർ 15 ശേഷമേ ഇത് ഓപ്പൺ ആവുള്ളൂ. 3 മാസം, ഒരു വർഷത്തിൽ 3 മാസം അവർ ക്ലോസ് ചെയ്യും, ഗവൺമെൻറ് ക്ലോസ് ചെയ്യും. അതൊരു റൂളാണത്. അപ്പോൾ എല്ലാ സ്ഥലവും ബീച്ചും എല്ലാം അവർ ക്ലോസ് ചെയ്തിരിക്കുമ്പോൾ ക്ലോസ്ഡാണ്, നമുക്ക് ഇറങ്ങാൻ പാടില്ല. എന്നാൽ പോലും ചെറിയ സ്ഥലങ്ങളിൽ നമുക്ക് വലിയ പ്രശ്നങ്ങളില്ലാത്ത സ്ഥലങ്ങളിൽ നമുക്ക് ഇറങ്ങാം. അപ്പോൾ ഞങ്ങൾ അങ്ങനെയാണ് രാവിലെ കുറേ ബീച്ചുകളിലൊക്കെ നമ്മൾ ഇറങ്ങിയത്. വാട്ടർ സ്പോർട്സുള്ള ബീച്ചുകളൊന്നും ഇപ്പോൾ ഓപ്പൺ അല്ല. ഒക്ടോബർ 15 ശേഷം ഓപ്പൺ ആവുള്ളൂ. ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാൻ പറ്റൂല. അതെ, ഉണ്ട്, ഇല്ലയെന്നല്ല, പക്ഷേ ചിലയിടങ്ങളിൽ മാത്രം. എല്ലായിടത്തും അവരത് അനുവദിക്കുന്നില്ല. പ്രൊഹിബിറ്റഡ് എന്ന് പറഞ്ഞിട്ട് എഴുതിയോടെ വെച്ചേക്കാണ്. അങ്ങോട്ട് കയറാൻ പാടില്ല, ഇങ്ങോട്ട് കയറാൻ പാടില്ല. കടലിൽ അത്യാവശ്യം ഭയങ്കര തിരമാലയും വെള്ളം ഉള്ളതുകൊണ്ട് സഞ്ചാരികളുടെ ബോട്ടുകളൊന്നും അങ്ങോട്ടേക്ക് അടുപ്പിക്കാനുള്ള. അല്ലെങ്കിൽ വാട്ടർ സ്പോർട്സ് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായതാണ് ഇവിടെ. ഞങ്ങൾക്ക് മിസ്സായി ഐലൻഡ്. നമ്മൾ സെൻറ്റ് മേരീസ് ഐലൻഡ് നമുക്ക് മിസ്സായി. ഞങ്ങളവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ എല്ലാ ട്രിപ്പിലും നമുക്ക് ഏകദേശം ഒരു കാര്യം നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വിട്ടുപോകും, മിസ്സാവാറുണ്ട്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ധനുഷ്കോടി പോയപ്പോൾ നാളെ ചെയ്യാമെന്ന് വിചാരിച്ച് ഒരു ലൈറ്റ് ഹൗസ്, പക്ഷെ അത് അടുത്ത ദിവസം അവധിയായിപ്പോയി. മൺഡേ എന്താ അന്നത്തെ ദിവസം ഹോളിഡേ ആയിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ലൈറ്റ് ഹൗസിൽ ചെന്നു, നമുക്കത് കിട്ടിയില്ല. സെൻറ്റ് മേരീസിൽ ചെന്ന് കിട്ടിയില്ല. അപ്പോൾ ഇനി അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് എന്തെങ്കിലും ഒരെണ്ണം വേണമല്ലോ നമ്മൾ പോയി കഴിയുമ്പോൾ വീണ്ടും വരാനായിട്ടുള്ള സ്ഥലം. അപ്പോൾ അതായിട്ട് നമ്മൾ കരുതുന്നു. അപ്പോൾ ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ കമൻറ്റ് ചെയ്യുക. ഞങ്ങൾ ഏതെങ്കിലും ചിലപ്പോൾ നിങ്ങൾ പോയ സ്ഥലമാണെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഇതിൽ കൂടുതൽ സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ ബാക്കി ആരെങ്കിലും പോകുന്നവരുണ്ടെങ്കിൽ അത് അവർക്ക് ഉപകാരമാകുമല്ലോ. യെസ്, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ബൈ.